എന്താണ് എൻ്റെ ആത്മീയ ഓട്ടത്തിന്, എന്താണ് എൻ്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഭാരം, ഏതാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന പാപം? ഇതിനെയെല്ലാം വിട്ട് ഓടുന്നവൻ മാത്രമാണ് സ്ഥിരമായി ഓടാൻ സാധിക്കുകയുള്ളൂ. അതിനെന്തു ചെയ്യണം? ഈ വിശുദ്ധന്മാർ ചെയ്തതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുക. ഓട്ടവും നോട്ടവുമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യങ്ങളിൽ പറയുന്നത്. നമ്മുടെ ഓട്ടം ലക്ഷ്യം തെറ്റാതെ ഓടണമെങ്കിൽ നോട്ടം ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം. ഓട്ടത്തിൽ മാറിപ്പോകാതിരിക്കണമെങ്കിൽ നോട്ടം തെറ്റാതെ ഇരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും കുടുംബമായി വന്ന് ഓടാൻ ആരംഭിച്ചപ്പോൾ നമ്മളെല്ലാം വലിയ സ്വപ്നങ്ങൾ കണ്ടവരാണ്. ആദിയിൽ ഏദനിൽ ആദമിനെ പറുദീസയുടെ താക്കോൽ ഏൽപ്പിച്ചപ്പോൾ ഏദനിൽ താൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ ഒരു പങ്കാളിയെ കൂടെ കിട്ടിയപ്പോൾ ആദാം മുഴുവനായും സന്തോഷവാനായിരുന്നു. ഇനി മുതൽ മരണം വരെ നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞവർ എവിടെയൊക്കെയോ വെച്ച് ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാട്ടി. എവിടെയൊക്കെയോ അനുസരണക്കേട് കാട്ടി എന്ന് മനസ്സിലായപ്പോൾ അവർ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. ഒളിച്ചിരിത്തത് പോരാഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പലതും മറച്ചു വെക്കാമെന്ന് കരുതി. ദൈവത്തിന്റെ കയ്യാൽ താൻ പിടിക്കപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയുടെ മേൽ പഴിചാരി. ജീവിത പങ്കാളിയുടെ മേൽ പഴിചാരി മാത്രമല്ല, സ്വയം നീതീകരിക്കുകയും ചെയ്തു. എന്നെയും നിങ്ങളെയും ഒക്കെ ഒരു കുടുംബത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് കുടുംബമായിട്ട്, മക്കളായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട് ഒക്കെ നമ്മളെ കുടുംബമാക്കി നിർത്തിയപ്പോൾ നമ്മളും ദൈവസന്നിധിയിൽ പലപ്പോഴും അരുതുകളെ താലോലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അരുതാണെന്നറിയാം, ഇത്രമാത്രം തിരിച്ചു പറയേണ്ട ആവശ്യമില്ലെന്നറിയാം, ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമില്ലെന്നറിയാം, ഇത് വിട്ടുകൊടുക്കേണ്ടതാണെന്ന് നമുക്കറിയാം. അറിയാഴികയല്ല, അരുതുകളെ താലോലിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതിർവരമ്പുകളെ ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പലപ്പോഴും ദേഷ്യത്തിന്റെ അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ പറയും, ഇവൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് ഞാനും അപ്പോൾ അങ്ങനെ പ്രതികരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മരുമകളെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനെ ആയിരുന്നില്ല. ഇങ്ങനെ അനേകം പരാതികളുള്ള നമ്മളോട് കർത്താവ് പറയാണ്, നമ്മുടെ എല്ലാം ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കുമ്പോൾ എന്ത് കാണാം? തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെയാണ് അവൻ ഓർത്തത്. ഏതായിരുന്നു ആ സന്തോഷം? നിത്യജീവനായിരുന്നു ആ സന്തോഷം. അതിനെന്ത് ചെയ്തു? ഈ ഭൂമി നൽകിയ അപമാനത്തെയും അലക്ഷ്യമാക്കി എല്ലാത്തിനെയും വിട്ടുകൊണ്ട് ക്രൂശിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ വാക്യം നമ്മളോടാണ് പറയുന്നത്. നമ്മളോട് പറയാ, നിങ്ങളുടെ ഉള്ളിലും ക്ഷീണിച്ചു മടുക്കാതിരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുക. പണ്ട് നമ്മളറിയാം, ധ്യാനത്തിൽ വർഷങ്ങളോളം ഇരുന്നിട്ടാണ് ഒരു സന്യാസിയാകുന്നത്, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠനായ ഗുരുവാകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സന്യാസിമാരെക്കാൾ കൂടുതൽ കുടുംബജീവിതത്തിലാണ് ധ്യാനങ്ങൾ ആവശ്യം. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനം എന്ന് പറയുന്നത് മിണ്ടാതെ എവിടെയെങ്കിലും പോയി ഇരിക്കുക മാത്രമല്ല, ചിന്തകളെ ഉണർത്തുന്നതല്ല ധ്യാനം, പക്ഷെ മറിച്ച് ചിന്തകളെ അമർത്തി വെക്കാനുള്ള കൃപ ലഭിക്കുന്നതാണ് ധ്യാനം. കാരണം ധ്യാനം ശാന്തമാണ്. അല്പസമയം ശാന്തമായിട്ടിരിക്കാൻ നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് പറയുന്നുണ്ട്, മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിക്കുക. ക്രിസ്തുവിൻ്റെ മാർഗങ്ങളെ ധ്യാനിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴേത് ട്രീറ്റ്മെൻറ്റിന് ചെന്നാലും ധ്യാനം, മെഡിറ്റേഷനൊക്കെ നമ്മളോട് പറയും. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ ഇങ്ങനെ താഴും. BP ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ, അല്ലേ? 1 പറഞ്ഞ് 2 BP കൂടും. ആ BP ഒക്കെ ഇങ്ങനെ താന്ന് സാധാരണഗതിയിൽ ഹൃദയം ഇടിക്കും. രക്തസമ്മർദ്ദം കുറയുമ്പോൾ നമ്മൾ നോർമലാകുമ്പോൾ എന്ത് സംഭവിക്കും? ശാന്തമായി നമ്മൾ സംസാരിക്കും, ശാന്തമായി നമ്മൾ പെരുമാറും. എവിടെയൊക്കെയോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകളുടെ ശാന്തത നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാം പരസ്പരം പോരുകാരാവുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ വ്യത്യസ്തതയാണ്. നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുക, അല്ലേ? അവരെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ അവരിലെ എൻ്റെ കൂടെയുള്ളവരുടെ വ്യത്യസ്തതയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ കയ്യിലെ 5 വിരലിനും 5 പൊക്കവും 5 വലിപ്പവും 5 രീതിയുമാണ്. 5 പ്രയോജനങ്ങളും ഒക്കെയാണ് ഈ വിരൽ കൊണ്ടുള്ളത്. അതുപോലെ നമുക്കറിയാം, ഈ ഗാനമേള നടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിലേക്ക് നോക്കിയാൽ
വ്യത്യസ്തമായ ഉപകരണങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഗിറ്റാറുണ്ട്, വയലിനുണ്ട്, ഓർഗനുണ്ട്, തബലയുണ്ട്, ഫ്ലൂട്ടുണ്ട്, അങ്ങനെ പല ഉപകരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഓരോന്നിനും വ്യത്യസ്ത ശബ്ദമാണ്, ശരിയല്ലേ? ഓരോന്നിനും വ്യത്യസ്തമായ ശബ്ദവുമാണ്. എന്നാൽ ഗാനമേള ആരംഭിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സംഗീതം ആരംഭിച്ചു കഴിയുമ്പോൾ, ഇവരെല്ലാം ഒറ്റ ശബ്ദത്തിൽ, ഒരേ താളത്തിൽ, ഒരേ ഈണത്തിൽ, നാദ മാധുര്യം എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങുമ്പോൾ മാത്രമാണ് ഗാനമേളയാകുന്നത്. ഇതുപോലെയാണ് ഓരോ കുടുംബങ്ങളും. വ്യത്യസ്തരായ അപ്പനും വ്യത്യസ്തരായ അമ്മയും വ്യത്യസ്തരായ മക്കളും വ്യത്യസ്തരായ മരുമക്കളും വ്യത്യസ്തരായ കൊച്ചുമക്കളും വ്യത്യസ്തരായ സഹോദരങ്ങളെയും എല്ലാം ഒരുമിച്ച് ചേർന്ന് പരസ്പരം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഓരോ കുടുംബങ്ങളും കുടുംബങ്ങളായി ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങളാകുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും. പലപ്പോഴും ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും. നമ്മളുടെ ലക്ഷ്യം മാറിപ്പോവും. ഇവിടെ പറയാണ്, ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ നോട്ടങ്ങൾ തെറ്റിപ്പോകും. പലപ്പോഴും നമ്മുടെ നോട്ടം തെറ്റിപ്പോകുന്നതിന് ഉദാഹരണമാണ് വിശുദ്ധ വേദപുസ്തകത്തില് യൂദ ക്രിസ്തുവിനോട് ചേർന്ന് നടന്നെങ്കിലും പലപ്പോഴും ക്രിസ്തുവിൽ നിന്നുള്ള നോട്ടം തെറ്റി ലോകത്തിന്റെ മോഹത്തോട് അത്യാഗ്രഹത്തിലേക്ക് തൻ്റെ കണ്ണു പതിച്ചപ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് അകന്ന് ദ്രവ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ആ കുടുംബ ജീവിതത്തിൻ്റെ ഊഷ്മളത പലപ്പോഴും നോട്ടം തെറ്റിപ്പോയി, ലക്ഷ്യം മാറിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രയോറിറ്റി മാറിപ്പോകുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ദേവാലയത്തോട്, എൻ്റെ വിശ്വാസത്തോടൊക്കെയുള്ള എൻ്റെ ആദ്യകാലത്തെ സ്നേഹം ഇന്നും സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നോട്ടം തെറ്റിപ്പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാനും ശിഷ്യന്മാരും കൂടെ കടലിൻ്റെ നടുവിലൊരു സംഭാഷണം കേൾക്കാം. കടലിൻ്റെ നടുവിൽ വെച്ച് യേശു തമ്പുരാൻ കടലിന് മീതെ നടന്നു വരുന്നത് പടകിലിരിക്കുന്ന ശിഷ്യന്മാർ കണ്ടിട്ട് അത് ഭൂതമാണെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് പറയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന്. എന്നിട്ട് പത്രോസ് യേശു തമ്പുരാനോട് ചോദിക്കുക, അവിടുന്നാകുന്നുവെങ്കിൽ എന്നെ കൂടെ ഒന്ന് നടക്കുവാൻ ഈ കടലിനോട് കൽപ്പിക്കുക. യേശു തമ്പുരാൻ വരിക എന്നാണ് പറഞ്ഞത്. യേശു തമ്പുരാന്റെ വരിക എന്ന വാക്ക് കേട്ട് പത്രോസ് ആ കടലിൻ്റെ മീതെ നടന്നു വന്നു. ശക്തിയായ കാറ്റ് കണ്ട് പത്രോസിന്റെ മനമിളകി. പത്രോസ് കാറ്റിനെ നോക്കി ഭയപ്പെടുന്നത് കണ്ട് മുങ്ങിപ്പോകാൻ തുടങ്ങി. യേശു തമ്പുരാൻ പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്നെയാണ് നോക്കേണ്ടത്, കാറ്റിനെയല്ല നോക്കേണ്ടത്. ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, അവിടുന്ന് നടന്നതിൻ്റെ മേളിൽ കൂടെ എന്നെ കൂടെ ഒന്ന് അത്ഭുതങ്ങളെ കാണാൻ നമുക്കിഷ്ടമാണ്. അത്ഭുതങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ സാക്ഷ്യം പറയുന്നേക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ, എനിക്കും കൊണ്ട് പറയാൻ, ഞങ്ങളെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പം നമുക്ക് എന്ത് വന്നാലും അത്ഭുതം കാണാൻ ഇഷ്ടമാണ്. അത്ഭുതം കാണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനയുടെയും പിന്നിൽ കർത്താവ് ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനയ്ക്കും കർത്താവ് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നിന്ദയ്ക്കും കർത്താവ് ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഓരോ അവസ്ഥയ്ക്കും കർത്താവ് ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട്. നിത്യ തേജസ്സിൻ്റെ ഖനമോർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് കുടുംബമായി ഒന്നു ചേർന്ന് നിൽക്കുവാൻ, ഒരേ ശബ്ദത്തിൽ നിൽക്കുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഏത് കാലഘട്ടത്തിലും കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു നാട് ഭരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു വീട് ഭരിക്കുന്നത്, അല്ലേ? ഒരിക്കൽ ഒരു കാട്ടിൽ കൂടെ ഒരു വേടൻ ഇങ്ങനെ നടന്നു പോവാ. ദൂരെ ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ഒരു കിളി ഭയങ്കരമായിട്ട് കരയുന്ന ശബ്ദം കേട്ടു. വേടൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കിളി ഇരുന്ന് കരയുന്ന കൊമ്പില് കിളിയുടെ ഒരു കൂടുണ്ട്. ആ കിളിയുടെ കൂടിനകത്ത് കിളിക്കുഞ്ഞുങ്ങളുണ്ട്. ഈ കിളി പേടിച്ച് കരയുന്നതിന് കാരണം, ഈ കിളി ഇരിക്കുന്ന മരത്തിലേക്ക് ഒരു വലിയ പാമ്പ് കയറി പോവാ. ഈ പാമ്പിനെ കണ്ട് പേടിച്ചാണ് കിളി കരയുന്നത്. കാരണം കിളിക്കറിയാം, ഈ പാമ്പ് ഉയരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കിളിക്കുഞ്ഞുങ്ങളെ, ചിറകുമുളയ്ക്കാത്ത തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നും. ആരെങ്കിലും രക്ഷിക്കുമെന്നോർത്ത് ഈ കിളി ഭയങ്കരമായിട്ട് കരഞ്ഞുവെങ്കിലും ആരും അവിടേക്ക് രക്ഷകനായി കടന്നു വരുന്നില്ല. കിളി പെട്ടെന്ന് പറന്നുപോയി. കിളി പെട്ടെന്ന് മറന്നു പോകുന്നത് കണ്ട് ഈ വേടൻ ചിന്തിക്കുകയാണ്, കിളികൾക്ക് ഇത്ര മാത്രമേ തൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളോ എന്ന്. ചിന്തിച്ചു നിൽക്കുന്ന മാത്രയിൽ തന്നെ
കിളി തൻ്റെ കൊച്ചു ചുണ്ടില് കുറച്ച് കൊച്ചു ഇലകളൊക്കെ കൊത്തിക്കൊണ്ട് വരിക. വന്നിട്ട് ഈ കൂടിൻ്റെ മുകളിൽ കൊണ്ട് ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചു. കിളി പറന്ന് അപ്പുറത്തുള്ളൊരു മരത്തിൻ്റെ കൊമ്പിൽ പോയി ഇരുന്ന് ശാന്തമായി തൻ്റെ കൂട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വേടനും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ കിളി നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്രയിൽ മുകളിലേക്ക് കയറിപ്പോയ പാമ്പ് ജീവനും കൊണ്ട് ഓടി എത്രയും വേഗം താഴേക്ക് ഇറങ്ങി ഓടിപ്പോയി. പാമ്പ് ഓടിപ്പോയി എന്ന് മനസ്സിലാക്കിയ കിളി തൻ്റെ കൂട്ടിലേക്ക് പറന്നു ചെന്നു. ഈ ഇലകളൊക്കെ കൊത്തി താഴെ ഇട്ടു. വേടനും അങ്ങോട്ട് ചെന്നു. എന്തായിരിക്കാം ഈ പാമ്പ് ആ കിളിക്കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാജെന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ താഴെ കിടക്കുന്ന ഇലകൾ പാമ്പിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു, വേടന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. വേടൻ എന്തു ചെയ്തെന്നോ, ഈ ഇലകൾ തൻ്റെ കയ്യിലെടുത്തപ്പോൾ ഈ ഇലകളിൽ നിന്ന് ഒരു പ്രത്യേക സുഗന്ധം വരുന്നുണ്ട്. നമുക്കറിയാം, പാമ്പിന് വിരോധമായിട്ട് നമ്മൾ വെളുത്തുള്ളി ചെടിയും മണ്ണെണ്ണയും കായവും നമുക്ക് അറിയാവുന്നൊക്കെ ഒഴിക്കും അല്ലേ. ഇതുപോലെ കാട്ടിലും പാമ്പിന് വിരോധമായ ഇലകളുണ്ട് എന്ന് ഈ കുഞ്ഞു കിളിക്ക് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം, നമ്മളെല്ലാം കർത്താവ് ഓരോ കൂടുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകളാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങൾ. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകളാണ് നമ്മുടെ എല്ലാ ആലയങ്ങൾ. കുടുംബമായി തലമുറകളായി കടന്നു വരുന്ന ദേവാലയങ്ങൾ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിൽ നമ്മൾ ചിറകു മുളയ്ക്കാത്ത കുറെ കുഞ്ഞിക്കിളികളുണ്ട്. വഴിതെറ്റാതെ നമ്മുടെ കുഞ്ഞുമക്കൾ നടക്കണമെങ്കിൽ മൂല്യബോധമുള്ള മാതാപിതാക്കൾ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ആയതിനെന്തു ചെയ്യണം? ഇവിടെ ഈ കിളി ഇലകൾ കൊണ്ട് ആ കൂടിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ മൂടി വെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കുന്നത്. ഓരോ കുഞ്ഞും അനുഗ്രഹിക്കപ്പെട്ടവനാകണമെങ്കിൽ പരിശുദ്ധാത്മ നിറവുള്ള ഈ പൈതൽ എന്തായിത്തീരുമെന്ന് യോഹന്നാന്റെ ജനനത്തിങ്കൽ ജനം ചോദിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപയുള്ള കുഞ്ഞുങ്ങളായി ഭവനത്തിൽ ഉണ്ടാകണം. കാറ്റടിക്കാം, വൻമഴ ചൊരിയാം, നമ്മുടെ ഭവനം കുലുങ്ങിപ്പോകരുത്. കാരണം ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവേ എൻ്റെ ഭവനത്തെ നീ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പലപ്പോഴും പത്രോസിനെ പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവേ നീ കൽപ്പിച്ചാലും ഞാൻ തയ്യാറാണ്. എന്നാൽ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതങ്ങനെ നടക്കുമോ, അതങ്ങനെ സംഭവിക്കുമോ, ഇനി ഇന്നതുകൊണ്ടാണോ എന്ന് പല ചോദ്യങ്ങളിലും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുന്നവർ ഒന്നാമതായി അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. ജീവിതത്തിൻ്റെ ഏത് കൈപ്പേറിയ അവസരങ്ങളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിൽ ഒരു തലമുറ വളർന്നു വരുന്നത്. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകരുണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അവസരത്തെ അനുഗ്രഹമാക്കി മാറ്റിയത്. പരിശുദ്ധനായ പരുമല തിരുമേനി തൻ്റെ മുൻപിൽ കിട്ടിയിരുന്ന അവസരത്തെ, സാധാരണ ജീവിതത്തെ അസാധാരണ പോരാട്ടങ്ങളെ ജയിച്ചവനാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ രോഗങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ശത്രുക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഇവയെല്ലാം നമ്മുടെ മുൻപിലെ അവസരങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഒരു മകനെ കാണാം. അവസരത്തെ അനുഗ്രഹമാക്കിയ മകൻ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് 26-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിൻ്റെ കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായതിനു ശേഷം പിന്നീടൊരു ക്ഷാമമുണ്ടായി. അത് ഇസഹാക്കിൻ്റെ കാലത്താണ്. അന്ന് തൻ്റെ പിതാവായ അബ്രഹാം പോയ ഗരാർ എന്നൊരു ദേശത്തേക്ക് തൻ്റെ മകനായ ഇസഹാക്ക് പോകുകയാണ്. ദൈവത്തോട് ആലോചന ചോദിച്ചാണ് ഇസഹാക്ക് ആ ദേശത്തേക്ക് പോകുന്നത്. കാരണം അത് ഫെലിസ്തീനയുടെ ദേശമാണ്, അമാലേക്കിൻ്റെ ദേശമാണ്. ആ ദേശത്തേക്ക് പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നീ മിസ്രൈമിലേക്ക് പോകരുത്. നീ എവിടേക്ക് പോകരുത്? മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നിടത്ത് നീ പാർക്കുക. യഹോവയാം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മകനെ ഇവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എവിടെ നിന്നായിരിക്കും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു പാഠം ഈ മകൻ പഠിച്ചത്? പൂർണ്ണമായിട്ടും തൻ്റെ പിതാവിൽ നിന്നാണെന്ന് അടുത്ത വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് യഹോവ അവനോട് പറയുന്നത്: ഈ ദേശത്ത് നീ താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കുമൊക്കെയും ഈ ദേശം തരും. ഇത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇതിൽ വലുത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ?
നമ്മുടെ താമസിക്കുന്ന സ്ഥലവും നമ്മുടെ താമസിക്കുന്ന വസ്തുവും ഒക്കെ ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് നമ്മളോട് പറയണം, നീ ഈ ദേശത്ത് പാർക്കുക. ഇല്ലേ? എത്രയോ പ്രഗത്ഭന്മാര് ഒന്നുമില്ലാത്തവരായിട്ട് ദേശം വിട്ടു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇങ്ങനൊരു നിന്ദ അനുഭവിക്കാൻ ആർക്കും ഇടവരുത്തരുതേ. നമ്മുടെയും ആഗ്രഹം ഇതേ ഉള്ളൂ, നീ ഈ ദേശത്ത് പാർക്കുക. 2, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. 3 പറയാണ്, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശമൊക്കെയും തരും. അത് ഇത്രയും 3 ഉള്ളൂ നിന്റെ ആഗ്രഹം. എന്നിട്ട് പറയാ, ഇത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതാ. എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറയുകയാണ്, നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, ഞാൻ നിന്നെ വലിയ ജനതയാക്കും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായമായപ്പോഴത്തേക്കും ഈ വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവത്തെ അബ്രഹാം കണ്ണാലെ കണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ദേശത്ത് ഒരു മൈലപ്രപ്പള്ളിയുടെ ചാപ്പലായിട്ട് ഇത്രയും മാറി ഞങ്ങൾ ഒന്നായിട്ട് ആരാധിക്കുവാൻ, ഇടക്കാലത്ത് ഒരുമിച്ച് വരുവാനൊക്കെ ഒരു ആഗ്രഹിച്ച പിതാക്കന്മാർ ഈ ദേശത്തുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ ഈ ദൂരത്തിന് ഒരു ഇടക്കാല ആശ്വാസമായി ഓരോ ചാപ്പലുകളും ഉണ്ടായത്. അങ്ങനെ ആഗ്രഹിച്ച പിതാക്കന്മാർ ഈ ദേശത്ത് താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, എന്നാൽ അടുത്ത തലമുറയിലേക്ക് ഈ ആഗ്രഹത്തെ പകരുവാൻ നിർമ്മല ഹൃദയത്തോടെ കടന്നു വരുന്ന മാതാപിതാക്കളാണോ നമ്മൾ പലപ്പോഴും? ഇവിടെ അബ്രഹാമിന്റെ വാഗ്ദത്തം ഇവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ആര്? ഇസഹാക്ക്. പിതാക്കന്മാരുടെ നന്മ മക്കളിലേക്ക് കൊടുക്കുന്ന അബ്രഹാം ഇസഹാക്കിനെ പോലെ നമ്മുടെ നന്മ നമ്മളുടെ മക്കളിലേക്ക് കൊടുക്കുവാൻ നമ്മുടെ സംഭാഷണങ്ങളിലും വീട്ടിലുള്ള സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? വിശ്വാസികളെന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും വിശ്വാസിക്ക് യോഗ്യമായ ഒരു ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇവിടെ ഇസഹാക്ക് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ ദേശത്ത് പാർക്കുകയാണ്. ഫെലിസ്ത്യർ അവർക്ക് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കൊടുത്തു. അവൻ കൃഷി ചെയ്തു. 11, 12, 13 വാക്യങ്ങൾ ഇങ്ങനെ പറയാണ്, അവൻ ദേശത്ത് സമ്പന്നനായി തീർന്നു. അവന് കൃഷിയിടങ്ങൾ വളരെ വളരെ ഫലം നൽകി. ആടുകളും മാടുകളും കന്നുകാലികളും ഒക്കെ ഉണ്ടായി. ആ ദേശത്ത് ഇസഹാക്ക് മഹാസമ്പന്നനായി തീർന്നു. അവൻ്റെ സമ്പത്ത് കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ എന്തു ചെയ്തെന്നറിയാമോ? അവൻ്റെ കിണറ് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. എന്നിട്ട് അവനെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു വിടുകയാണ്. ഓടിച്ചു വിട്ട് അവൻ അടുത്ത ദേശത്തേക്ക് ചെന്നു. അടുത്ത ദേശത്ത് ചെന്നപ്പോൾ വീണ്ടും ആട്ടിടയന്മാർ അവനെ ഓടിച്ചു വിട്ടു. അടുത്ത ദേശത്തേക്ക് ചെന്നു. വീണ്ടും ആട്ടിടയന്മാർ അബ്രഹാം കുഴിച്ച കിണറ്റിൽ നിന്ന് പോലും വെള്ളം കൊടുക്കാതെ ഇസഹാക്കിനെ ഓടിച്ചു വിടുകയാണ്. 4 അടുത്ത ദേശത്തേക്ക് ചെന്നു. അവനെ ആരും അവിടെ നിന്ന് ഓടിച്ചു വിടാത്തത് കൊണ്ട് 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, യഹോവ ഇപ്പോൾ ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ ദേശത്തിന് രഹോബോത്ത് എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നവരാണ്. ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചേർന്ന് നിന്നവർ പലരും നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മിത്രം ശത്രുവാകാൻ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവരെക്കാൾ പലയിടത്തും സഹോദര സ്നേഹം മുറിഞ്ഞു പോയത് എവിടെയാണ്? വസ്തുവിനേക്കാൾ കൂടുതൽ എന്നേക്കാൾ എൻ്റെ സഹോദരൻ ഉയരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും കൂട്ടുകാർ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നത് എപ്പോഴാണ്? എന്നേക്കാൾ മറ്റുള്ളവർ ഉയരുന്നത് കണ്ടു എന്ന് കഴിഞ്ഞ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ തകർക്കാൻ സാധിക്കുന്നത് അസൂയക്കാണ്. നമ്മൾ പറയും, ഞാൻ കൊല ചെയ്യാറില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യാറില്ല എന്നൊക്കെ ദൈവസന്നിധിയിൽ ഫരീസിനെ പോലെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അസൂയയാണ് ഫെലിസ്ത്യരെ ഈ ഇസഹാക്കിൻ്റെ കിണറ് മൂടിക്കളയാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും അത് നിമിത്തം ഭാരപ്പെടുന്നവർ നമ്മുടെ കൂടെ കാണും, അല്ലേ? അസൂയ നിമിത്തം നമ്മളെ ഇല്ലാതെയാക്കി കളയുന്നവർ നമ്മുടെ ചുറ്റും കാണും. നമ്മളുടെ ഹൃദയത്തിലും പലപ്പോഴും നീതിയോടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് മറ്റുള്ളവരോടുള്ള അസൂയ വർദ്ധിക്കുമെങ്കിൽ ഇവിടെ ഇസഹാക്ക് പറയുകയാണ്, ആരെല്ലാം അസൂയപ്പെട്ടാലും ഇസഹാക്ക് അവർക്ക് നേരെ നിന്നൊന്നും പറഞ്ഞില്ല. അവൻ്റെ കിണറ് മൂടിക്കളഞ്ഞപ്പോൾ മൂടിയ കിണറിലേക്ക് നോക്കി അവൻ കരഞ്ഞില്ല. ആട്ടിടയന്മാർ ആട്ടിയോടിച്ചപ്പോൾ ആട്ടിയോടിച്ച് അവരെ നോക്കി അവൻ കരഞ്ഞില്ല. അവൻ കരഞ്ഞതോ സൃഷ്ടാവായ ദൈവത്തെ നോക്കി മാത്രമാണ്. 4-മതായിട്ട് സൃഷ്ടാവായ ദൈവം അവന് പാർപ്പാൻ തക്കവണ്ണം ഒരു രഹോബോത്തിന്റെ അനുഭവം കൊടുക്കുക. ഇന്ന് ഈ സന്ധിയിൽ അവസരത്തെ അനുഗ്രഹമാക്കി ഇസഹാക്ക് നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മൂടപ്പെട്ട കിണറുകളെ നോക്കി, നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ കുറിച്ച് ഓർത്താരും കരയണ്ട, ആട്ടി ഓടിച്ചവരെ ഓർത്താരും കരയണ്ട, മറിച്ച് എല്ലാം തരാൻ മതിയായ
ദൈവത്തെ നോക്കിയാണ് നമ്മൾ കരയേണ്ടത്. എല്ലാം നോക്കി. എന്നാൽ ഇന്ന് കരച്ചിലുകൾ നമ്മുടെ ഇടയിൽ കുറഞ്ഞുപോയി. നമ്മൾ ഇന്ന് കരയുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി. എപ്പോഴാണ് നമ്മൾ കരയാറുള്ളത്? കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ കഷ്ടനഷ്ട ശോധനകളിൽ മാത്രമേ പൊന്മുഖം കാണാറുള്ളൂ. ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും ചാണകം മെഴുകിയ തറയിൽ ഓലമേഞ്ഞ വീട്ടിലിരുന്ന് ഏതൊരവസ്ഥയിലും സ്തുതിച്ചിരുന്ന പിതാക്കന്മാരുടെ തലമുറയായ നമ്മളിന്ന് കഷ്ടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മാത്രമേ എന്ത് കാണാറുള്ളൂ? പൊന്മുഖം കാണാറുള്ളൂ. എന്നാൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ഭവനത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾക്ക് ഈ മക്കളുടെ മുൻപിൽ മാതൃകയാവാൻ സാധിക്കാറുണ്ടോ? അതറിയണമെങ്കിൽ മക്കളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി. മക്കളോട് തന്നെത്താനൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മളുടെ എത്ര പേരുടെ മക്കൾക്ക് തന്നെ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയാം? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്ന് കുരിശ് വരച്ചിട്ട് വേദപുസ്തകം എടുത്തതേണ്ട ഇങ്ങനെ ഒന്ന് നോക്കി കിട്ടുന്ന വാക്യം വായിച്ചിട്ട് സ്കൂളിൽ പോകുന്നതായിട്ടാണ് അവർ കൊച്ചിലെ തൊട്ട് നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ വ്യക്തിപരമായി ഇസഹാക്കിനെ പോലെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കാൻ സാധിക്കുക? 2, രഹോബോത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ ഇസഹാക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവത്തിന് അവിടെ ആലയം ആരാധിക്കുവാൻ തക്കവണ്ണം അവനൊരു ആലയം പണിയുകയാണ്. ഒരു ദേശത്ത് ഉറച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് ആദ്യം ചെയ്തത് എന്താണ്? ആ ദേശത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള വട്ടക്കൂട്ടുകൾ ഒരുക്കുകയാണ്. ഇങ്ങനെയാ ഓരോ ദേശത്തും ദേവാലയങ്ങൾ ഉണ്ടായത്, ഓരോ ദേശത്തും പ്രാർത്ഥനകൾ ഉണ്ടായത്. എന്നാൽ നമുക്കിന്ന് ഏറ്റവും മടി എന്തിനാണ്? ആരാധനയ്ക്ക് കടന്നു വരാനാ. നമ്മൾ ആരാധനയിൽ ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുക, കർത്താവേ, എൻ്റെ ആരാധനയിലെ സാന്നിധ്യം എങ്ങനെയാണ്? ഞാൻ എപ്പോഴാണ് ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത്? ഞാൻ എൻ്റെ ദേവാലയത്തിൽ നടന്നു പോകാൻ എനിക്ക് ത്രാണിയുള്ള കാലമാണിത്. ഈ കാലത്ത് എൻ്റെ ആരാധന ജീവിതം എങ്ങനെയാ? ഇവിടെ ഇസഹാക്ക് ആരാധനയ്ക്കുള്ള വട്ടക്കൂട്ട് കൂട്ടി. ആ സമയത്ത് ഫെലിസ്തീർ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. തൻ്റെ ശത്രുക്കൾ അവനെ അന്വേഷിച്ച് വരുന്നത് 27, 28 വാക്യങ്ങളിൽ കണ്ടപ്പോൾ ഇസഹാക്ക് അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? മറുപടിയായിട്ട് അവർ പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന്. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് നമ്മുടെ ശത്രുക്കൾ പോലും, പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തിനാ മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എന്തിനാ ഡാഡി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പല സംഭാഷണങ്ങളും കേട്ട് കഴിയുമ്പോൾ, നമ്മുടെ പല വഴക്കുകളും കേട്ട് കഴിയുമ്പോൾ, നമ്മുടെ ദേവാലയങ്ങളുടെ മീറ്റിങ്ങുകൾ കേട്ട് കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കരുത്. മറിച്ച് തലമുറ പറയണം, ഞങ്ങളുടെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞങ്ങളുടെ കണ്ണുകൊണ്ട്. ഒന്നുമില്ലായ്മയുടെ കാലത്ത് അക്ഷരാഭ്യാസം പോലും അറിയാത്ത മാതാപിതാക്കള് മക്കളെ ധൈര്യത്തോടുകൂടി ഡൽഹിയിലും ബോംബെയിലും ഗൾഫിലും ഒക്കെ പറഞ്ഞു വിടുമായിരുന്നു. അവർക്ക് ഒരു അക്ഷരാഭ്യാസവും ഇല്ലായിരുന്നു. പക്ഷെ അവർ ദൈവത്തിൻ്റെ കയ്യിൽ ആരെ ഏൽപ്പിക്കുമായിരുന്നു? മക്കളെ ഏൽപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഏറെക്കുറെ ഒരു 15 അല്ലെങ്കിൽ 18 വയസ്സ് വരെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നാട്ടിലുള്ളൂ. അത് കഴിഞ്ഞ് ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോവുക. അതിനോടിപ്പുറം എൻ്റെ ദൈവത്തെ ഞാൻ എത്രമാത്രം എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്? എൻ്റെ ആരാധനയിൽ ഞാൻ അലസനാണോ? എപ്പോഴാണ് ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുന്നത്? അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദരായി. ആരാധനയിൽ അലസത ബാധിച്ചാൽ എന്ത് ചെയ്യും? അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശം വദരാകും. ശുഭമല്ലാത്ത വഴിയിൽ കൂടെ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സ്വന്തം ആത്മാവിനെ നശിപ്പിക്കും. നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും എപ്പോഴാ കടന്നു വരും? ചിലർ പറയും, നമസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരും ചിരിക്കുന്നത് അത് പറയുമ്പോഴാണ്. കാരണം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? 1, 2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ അങ്ങോട്ട് ചെല്ലാം, അല്ലേ? അച്ഛൻ ആദ്യം പാടുന്ന പാട്ട് ഏതാ? നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ മുന്നം നിന്നാഗമനം.
ആരാധനയിൽ നമസ്കാരം ആരംഭിക്കുമ്പോൾ തന്നെ പുരോഹിതൻ ആദ്യം ചൊല്ലുന്ന പാട്ട്, നിഷ്ഠയോടെ നിന്നെ പെറ്റ അമ്മയോടൊപ്പം, മുന്നം നിന്നെ ആഗമനം അറിയിച്ച സ്ലീഹന്മാരോടൊപ്പം, സഹദേന്മാരോടൊപ്പം, നിബിയന്മാരോടൊപ്പം, മഹിതന്മാർ ബെസേലിയോസ്, ഗ്രീഗോറിയോസ് എന്നിവരോടൊപ്പം, അല്ലേ, ഉജ്ജ്വല ദീപം എടുത്തോർ അറിവേറിയ ആ നാരികളോടൊപ്പം, മരിച്ചവരോടൊപ്പം ഒക്കെ ഞങ്ങളിത് ആരാധനയായി കടന്നു വരുന്നു. അതിനർത്ഥം ആരൊക്കെ ഉണ്ട് ആരാധനയിൽ? ഈ പറഞ്ഞവരെല്ലാം, ഈ സാക്ഷികളുടെ ഈ സമൂഹം മുഴുവനും എവിടെയുണ്ട്? എവിടെയുണ്ട്? ആരാധനയിലുണ്ട്. അവിടേക്ക് ആരിറങ്ങി വരുന്നുണ്ട്? ഓരോ പരിശുദ്ധ കുർബാനയും ആരംഭിക്കുമ്പോൾ അച്ഛൻ ചൊല്ലിത്തുടങ്ങും, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ പരിശുദ്ധ അമ്മയും കർത്താവിന്റെ വരവിനെ അറിയിച്ച യോഹന്നാനോട് ഒപ്പമാണെന്നാണ് ആര് അവകാശപ്പെടുന്നത്? ഓരോ പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതൻ തുയോബോയ്ക്ക് ശേഷം ദൈവ സാന്നിധ്യത്തെ അറിഞ്ഞു പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ആരിറങ്ങി വരും? ഇത്രയും പേര് ഇറങ്ങി ഇരിക്കുന്നിടത്ത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം ഇറങ്ങി വരും ആരാധനയെ സ്വീകരിക്കുവാൻ. ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യവും പിതൃപുത്ര പരിശുദ്ധാത്മ ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കണം. വരുന്നുണ്ടെന്ന് സംശയമുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, ക്രോബേന്മാരുടെ തേരതുപോലെ. ആരിറങ്ങി വരുന്ന തേരാണ് മദ്ബഹ? ക്രോബകൾ ഇറങ്ങി വരുന്ന തേരാണ് മദ്ബഹ. ആരാണ് ക്രോബകൾ? നീലക്കണ്ണുള്ള മാലാഖമാർ, ജീവവൃക്ഷത്തിന്റെ കാവൽ ചെയ്യുന്നവർ, പിതൃപുത്ര പരിശുദ്ധാത്മാവം ദൈവത്തെ വഹിക്കുന്ന വാഹകരാണ് ക്രോബകൾ. ക്രോബേന്മാരുടെ തേരുപോലെ സ്ഥിരമാണ് ഈ മദ്ബഹ. സ്വർഗത്തിന്റെ സേനകളുണ്ട് അതിനെ ചുറ്റി. അപ്പോൾ ഞാൻ ആരാധനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റും ആരുണ്ട്? സ്വർഗത്തിന്റെ സേന. നമ്മളെങ്ങനെയാ നിൽക്കുന്നത്? പുറകെ കൈയൊക്കെ കെട്ടി, ഫാൻ എവിടെയാണുള്ളത് അവിടേക്കൊക്കെ നോക്കി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് സമാധാനം? ആർക്ക് സമാധാനം? ഞാൻ എവിടെയോ ആണ്. കർത്താവിന്റെ തിരുശരീരം മുറിക്കപ്പെടുന്നതിന് മുൻപ് അനുതാപത്തിന്റെ പ്രാർത്ഥനകളിൽ പ്രൊമിയോനും സെദറയിലും എല്ലാം അച്ഛൻ പറയുന്നുണ്ട്, ഭൂമിയിലെ നിന്ദ്യ പൂഴിയായ ഞാൻ എൻ്റെ പാപവും എൻ്റെ ജനത്തിന്റെ പാപവും അവിടുത്തെ തിരുസന്നിധിയിൽ കർത്താവെ അവിടുത്തെ രക്തത്താൽ കഴുകണമേ എന്ന്. ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിന്റെ ശരീരമാക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുബ്ധനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എനിക്കിരിക്കാൻ ആവശ്യമായിരിക്കുന്ന സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ, അല്ലേ? എന്നാൽ കർത്താവ് പരിശുദ്ധ റൂഹ ആവസിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവെ സത്യമായും എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവനിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഇടവകയിലേക്ക്, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. ആയതിനാണ് ഞാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുന്നത്. എന്തിനാണ് ഞാൻ ഭക്ഷിക്കുന്നത്? കർത്താവേ, അവിടുത്തെ തിരുശരീര രക്തം ഭക്ഷിക്കുന്നതിനാൽ എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിക്കണം. കാസായിലെ ജീവനുള്ള പാനീയം ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ ദുർവികാരങ്ങളില്ലാതെയാകണം. അങ്ങനെയല്ലേ ചൊല്ലുന്നത്? ബർത്ത്ഡേക്കാണോ കുർബാന? വെഡിങ് ആനിവേഴ്സറിക്കാണോ കുർബാന? OVBSന്റെ സമാപനത്തിനാണോ കുർബാന? പെരുന്നാളിനാണോ കുർബാന? അല്ല, എൻ്റെ ദുർമോഹങ്ങളെ ശമിപ്പിക്കുവാനും എൻ്റെ ദുർചിന്തകളെ ഇല്ലാതെയാക്കുവാനുമാണ് മാളിക മുറിയിൽ എൻ്റെ കർത്താവ് തന്നെ താൻ മുറിച്ച് പകുത്തു കൊടുത്തത്. പലപ്പോഴും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അനുഭവത്തെക്കാൾ കൂടുതൽ യൂദയുടെ അനുഭവം പോലെ പരിശുദ്ധ കുർബാന ഭക്ഷിച്ച് ഇരുട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ പ്രകാശം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാശമായി തീരുന്നത്? പ്രകാശമായി നാം സ്വയം തീരണമെങ്കിൽ ഈ പ്രകാശത്തെ ഉൾക്കൊള്ളുവാനുള്ള ദൈവീക കൃപയ്ക്കായിട്ട് അനുതാപ ഹൃദയത്തോടുകൂടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അച്ഛനെടുത്ത് മുറിക്കപ്പെടുമ്പോൾ, കർത്താവെ, ഇപ്രകാരം ഞാനും അങ്ങേ തിരുസന്നിധിയിൽ മുറിക്കപ്പെടട്ടെ. എൻ്റെ ധാർഷ്ട്യം, എൻ്റെ ദേഷ്യം, എൻ്റെ അസൂയ, എൻ്റെ അതിമോഹങ്ങൾ ഒക്കെ ഒന്ന് മുറിക്കപ്പെടണമേ എന്ന് ഓരോ പരിശുദ്ധ കുർബാനയിലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഭവനത്തിന് അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇസഹാക്കിൻ്റെ അടുക്കലേക്ക് ആരാധന മനോഭാവമുള്ള ഇസഹാക്കിൻ്റെ അടുക്കലേക്ക് ശത്രു കടന്നു വന്നിട്ട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഇസഹാക്ക് ഏതവസ്ഥയിലിരുന്നാലും, ഏത് പ്രയാസത്തിൽ കൂടി
നടന്നു പോയാലും ഹി വാസ് എ മാൻ ഓഫ് പേഴ്സണൽ പ്രയർ. വ്യക്തിഗത പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്നു. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കാം, അവൻ കാലൊരു ദേശത്ത് ഉറപ്പിച്ചപ്പോൾ, അവൻ ആ ദേശത്ത് കാലുകുത്തിയപ്പോൾ ഹി വാസ് എ മാൻ ഓഫ് സാക്രിമെന്റൽ ലൈഫ് എന്ന ആരാധന ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ എല്ലാം വില വളരെ കുറഞ്ഞു പോകും. ഒരു ഫോൺ ബെല്ലിൻ്റെ ആയുസ്സേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉള്ളൂ. ആരെങ്കിലും വിളിച്ചാൽ ഇതുവഴി പലപ്പോഴും നമുക്ക് കാണാം, തുബ്ദനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ധൃതി വെച്ച് ഫോണിൽ നോക്കുന്ന ഒരു പുതിയ തലമുറയെ. എന്ത് സംഭവിക്കാനാ? ഞാനൊരല്പസമയം ലോകത്തിൽ നിന്ന് മാറി നിന്നാൽ, ലോകത്തെ ഉപേക്ഷിച്ച്, പാപത്തെ ഉപേക്ഷിച്ച് സ്വർഗത്തെ പുൽകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ ഏത് കഷ്ടങ്ങളിലുമാണ് റിയലായ അപ്പനെയും റിയലായ അമ്മയെയും മക്കൾ കാണേണ്ടത്. ഏത് കഷ്ടത്തിലും ആരാധന ജീവിതത്തെ മുറുകെ പിടിക്കുന്ന, വിശ്വാസത്തിൽ വ്യതിചലിക്കാത്ത അപ്പനും അമ്മയും ഉണ്ടാകണം. രണ്ടാമതായി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുന്നവർ അവകാശത്തെ അലക്ഷ്യമാക്കാത്തവരായിരിക്കണം. അവകാശത്തെ അലക്ഷ്യമാക്കാതിരിക്കുക. എന്താണ് നമ്മുടെ അവകാശം? നമ്മുടെ ഒന്നാമത്തെ അവകാശം പുത്രത്വത്തിന്റെ അവകാശം തന്നെയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം എൻ്റെ ജീവിതത്തിൻ്റെ പന്ഥാവിൽ, ജീവിതത്തിൻ്റെ വഴികളിൽ, മനുഷ്യരുടെ മുൻപാകെ ഞാൻ തച്ചുടച്ച് കളയാതിരിക്കാൻ ഞാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ തച്ചുടയ്ക്കുന്നവരാ, സ്നേഹബന്ധങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്നവരാ ഒറ്റ വാക്കുകൾ കൊണ്ട്. പലപ്പോഴും പറഞ്ഞ വാക്കുകൾ 1982 പറഞ്ഞ പല വാക്കും ഞാൻ ഇപ്പോഴും ഞാനങ്ങ് ക്ഷമിച്ചെന്നേ ഉള്ളൂ, ഞാൻ മറന്നിട്ടില്ല. എന്താ കാരണം? അത്രമേലത് ഹൃദയത്തെ ആഴമായി മുറിവേൽപ്പിച്ചു. എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ അവകാശത്തെ, എൻ്റെ അപ്പൻ എന്ന അവകാശത്തെ, എൻ്റെ അമ്മ എന്ന അവകാശത്തെ, എൻ്റെ മക്കളെന്ന അവകാശത്തെ അത്രമേൽ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നമ്മളെല്ലാം ഭക്തന്മാരാണല്ലേ. എന്നാൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ, അപ്പനൊക്കെയാണ്, എന്നാൽ ഭവനത്തിൽ ഒരു ശുശ്രൂഷ മനോഭാവമില്ലാതെ ഒരപ്പനായിരുന്നാൽ എങ്ങനെ അപ്പനായി മാറും? മാളികമുറിയിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഞങ്ങളിൽ ആരാണ് വലിയവൻ? കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? കർത്താവ് എഴുന്നേറ്റു, അരയിൽ കച്ച കെട്ടി, താന്നിരുന്നു, കാല് കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു എന്ന്. എന്താണ് കർത്താവ് കണ്ടുപഠിച്ചത്? മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ യൗസേപ്പ് എന്നൊരു പുരുഷൻ തയ്യാറായി. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചിട്ടും തന്നെ ഏറ്റെടുക്കുവാൻ, ദൈവസ്വരം കേൾക്കുവാൻ യൗസേപ്പിന് സാധിച്ചതുകൊണ്ടാണ് മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ യൗസേപ്പിന് സാധിച്ചത്. കുടുംബങ്ങളിൽ ആരും വലുതും ആരും ചെറുതുമല്ല, ഞങ്ങളെല്ലാം ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് പറഞ്ഞ് പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, പരസ്പരം ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോഴൊന്ന് താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് വിട്ടുകൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് മുറിക്കപ്പെടേണ്ടി വരും. മുറിക്കപ്പെടുമ്പോൾ മാത്രമല്ലേ മേഘങ്ങൾ മഴയായി പൊഴിയുന്നത്? ഉടയ്ക്കപ്പെടുമ്പോൾ മാത്രമല്ലേ മണ്ണ് കൃഷിക്ക് യോഗ്യമാകുന്നുള്ളൂ? വിത്ത് ഭൂമിയിൽ അഴുകുമ്പോൾ മാത്രമല്ലേ പുതിയ തൈയാകുന്നുള്ളൂ? ഈ തയ്യ് വെയിലും മഞ്ഞും മഴയും ഏൽക്കുമ്പോഴല്ലേ പൂക്കുന്നതും കായ്ക്കുന്നതും? ഈ കായ പൊട്ടാനേൽപ്പിക്കുമ്പോഴല്ലേ വീണ്ടും പുതിയ വിത്തുകൾ ഉണ്ടാകുന്നത്? കുടുംബജീവിതത്തിൽ ഒന്ന് താന്നു കൊടുക്കാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് കുറഞ്ഞു കൊടുക്കാൻ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മൗനം പാലിക്കുമ്പോൾ മാത്രമേ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കിയതുപോലെ അവകാശങ്ങളെ അലക്ഷ്യമാക്കാതിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. പലപ്പോഴും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാണ് പലതിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കുക. ശരിയല്ലേ? കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ യോനയെ പോലെയാ. യോനയുടെ പ്രത്യേകത എന്തായിരുന്നു? യോന 1-ാം അധ്യായത്തിൽ നിനവയിൽ നിന്ന് ഓടിപ്പോയി, 2-ാം അധ്യായത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു, 3-ാം അധ്യായത്തിൽ തിരിച്ചു വന്ന് നിനവേ നഗരത്തോട് പ്രസംഗിച്ചു, 4-ാം അധ്യായത്തിൽ നിനവേ നഗരത്തിന്റെ നാശം കണ്ടുകൊണ്ടിരിക്കുക. നാശം കാണുമ്പോഴും അവന്റെ തലയ്ക്ക് മുകളിൽ ഒരു ആവണക്ക് സൃഷ്ടിച്ചു ദൈവം. യഹോവയാം ദൈവം അവനെ സംരക്ഷിച്ചു. ഈ ആവണക്കിന്റെ തണലിൽ സുഖമായിട്ട് യോന ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് താൻ സുഖമായിരുന്ന ഈ ആവണക്കിന്മേൽ പുഴു കയറിയത് യോന കണ്ടില്ല, പുഴു കുത്തിയത് യോനെ അറിഞ്ഞില്ല.
ഇല വാടി തുടങ്ങിയത് യോന കണ്ടില്ല, മറിച്ച് ഇല വാടിക്കരിഞ്ഞ് തൻ്റെ ഉച്ചിയിൽ വെയിൽ കൊണ്ടത് മാത്രമാണ് യോന അറിഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ പല രീതിയിൽ കലഹങ്ങളായും പ്രശ്നങ്ങളായും രോഗങ്ങളായി പ്രതിസന്ധികളായി ഒരു പുഴുവായിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയാണ് പുഴു? എൻ്റെ പുഴു എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണോ? എൻ്റെ വീട്ടിൽ ആരോട് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. എന്താണ് എൻ്റെ ജീവിതത്തിൽ പുഴുവായിട്ട് എൻ്റെ ആവണക്കിൽ കയറിയിരിക്കുന്നത്? എവിടെയാണ് ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് ഒന്നും കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്തതുപോലെ ആയിത്തീർന്നത്? എന്ത് സംഭവിക്കും? കനാൻ അവകാശമാകുകയില്ല. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര ചെയ്യുക. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ അവർ സീൻ മരുഭൂമിയിലെത്തി. ഇസ്രായേൽ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. അവരാഗ്രഹിക്കുന്നത് പോലെ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും അവർ വിചാരിക്കുന്നത് പോലെ കിട്ടിയില്ലെങ്കിൽ അവർ യഹോവയ്ക്കെതിരെ പിറുപിറുക്കും. ഇങ്ങനെ ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം യഹോവയ്ക്കെതിരെ പിറുപിറുത്തു. യഹോവയ്ക്കെതിരെ പിറുപിറുക്കുന്നത് കണ്ടിട്ട് മോശയോട് അവർ പറയുകയാണ്, ഞങ്ങൾ ഇട്ടിട്ട് പോകുന്ന ദേശം ഇതിലും മനോഹരമായിരുന്നു. അവിടെ ഉഴിയ വേല, അടിമവേല ചെയ്തെങ്കിലും അപ്പക്കലങ്ങളും മുന്തിരിക്കുലകളും ഇറച്ചിക്കലങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നീ എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? പരാതികളാണ്. എന്തെല്ലാം കിട്ടിയാലും എന്തെങ്കിലും ഒരു ചെറുത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ നോട്ടം പലപ്പോഴും തെറ്റിപ്പോവും. ക്രിസ്തുവിങ്കിലേക്കുള്ള നോട്ടം തെറ്റിപ്പോയിട്ട് ഓരോ ദിവസവും എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ തരാത്തതിനെ കുറിച്ചാണ് ദൈവത്തോട് നമ്മൾ പരിഭവിക്കുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കർത്താവ് തന്ന സകലത്തെയും ഒന്ന് എണ്ണി നോക്കിക്കേ. ഓരോ ദിവസവും ഒന്ന് എണ്ണി നോക്ക്. ഇന്ന് രാവിലെ ജീവിച്ചത് തന്നെ ഒരു അത്ഭുതമല്ലേ? ഇന്ന് ഞാൻ ആയിരിക്കുന്നത് അവൻ്റെ കൃപയാലല്ലേ? ആശുപത്രികളിലേക്ക് ചെന്ന് നോക്കിയാൽ എത്രയെല്ലാം അവസ്ഥയിൽ കൂടിയാണ് ഓരോരുത്തർ കടന്നു പോകുന്നത് അല്ലേ? മക്കളെക്കുറിച്ച് കരയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കളെക്കുറിച്ച് നെഞ്ചുമുട്ടിക്കരയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. എന്നാൽ എനിക്കു തന്നതിനെ പോരാ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടാറില്ലേ? മാതാപിതാക്കളെ പോരാ എന്ന് പറഞ്ഞ് ഈ വീട്ടിലല്ലായിരുന്നു ഞാൻ വരേണ്ടത് എന്ന് പറഞ്ഞ് കരയാറില്ലേ നമ്മൾ പലപ്പോഴും? പക്ഷേ ഈ കയറിക്കിടക്കാൻ ഒരു വീടില്ലാതെ, ഒന്ന് കേൾക്കാൻ ഒരു മാതാപിതാക്കളില്ലാതെ എത്രയോ മക്കൾ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ലഭിച്ച സകലത്തിലും നന്ദി പറയാതെ ഈ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുക. മോശ എഴുന്നേറ്റു, യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു, കമന്നു വീണു, യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് പറഞ്ഞു, മോശെ, നീ ഭയപ്പെടേണ്ട, നീ എഴുന്നേൽക്കുക, നിന്റെ വടി കയ്യിലെടുക്കുക, അഹറോനെ കൂട്ടുക, ഇസ്രായേൽ ജനത്തെ വിളിക്കുക, പാറയുടെ അടുക്കലേക്ക് ചെല്ലുക, വടി നീട്ടുക, പാറയോട് കൽപ്പിക്കുക, പാറ നിനക്ക് ജലം നൽകും. മോശ ആ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു, അഹറോനെ വിളിച്ചു, വടിയെടുത്ത് കയ്യിൽ പിടിച്ചു, ഇസ്രായേൽ ജനത്തെ എല്ലാം കൂട്ടിവരുത്തി. എന്നിട്ട് പാറയുടെ അടുക്കലേക്ക് ചെന്നു. ഇസ്രായേൽ ജനം കാണുകെ പാറമേൽ തൻ്റെ വടി കൊണ്ട് 2 അടി അടിച്ചു. പാറ ശക്തിയായി ജലം കൊടുത്തു. ഇസ്രായേൽ ജനം അത് കുടിച്ച് തൃപ്തിപ്പെട്ടു. ഇസ്രായേൽ ജനം തൃപ്തിപ്പെട്ടെങ്കിലും യഹോവയാം ദൈവം തൃപ്തിപ്പെട്ടില്ല. യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, നീ കനാൻ കാണുകയില്ല. കാരണം യഹോവയാം ദൈവം മോശയ്ക്ക് ബലമായി നൽകിയ വടി, ചെങ്കടലിനെ പകുത്ത ശക്തിയുള്ള വടി, ഇസ്രായേൽ ജനത്തെ നയിച്ച വടി, ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രവാദികളെ തോൽപ്പിച്ച വടി, സകലത്തിനും മതിയായ വടി പാറമേൽ നീട്ടാനാണ് യഹോവ ആവശ്യപ്പെട്ടത്. മോശ എന്ത് ചെയ്തു? പാറമേൽ അടിച്ചു. മോശയോട് പറഞ്ഞു, നീ കനാൻ. ഇത് മോശയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് കുടുംബമായ വടി, നീ അലഞ്ഞു ധരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് നിനക്ക് കൂട്ടമായ ആരാധന, എന്നാൽ പലതിനെയും തല്ലിക്കെടുത്തുന്നവരാ നമ്മള്. വിശ്വാസത്തെ തല്ലിക്കെടുക്കുന്നവര്, സ്നേഹത്തെ തല്ലിക്കെടുത്തുന്നവര്. എവിടെയാണ് ഞാൻ തല്ലിക്കെടുത്തുന്നത്? കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കുടുംബ ജീവിതത്തില് 3 C's വേണമെന്ന് പറയും. അതിൽ ഒന്നാമത്തെ C ആണ് കമ്മ്യൂണിക്കേഷൻ. എൻ്റെ അവകാശമായ കുടുംബ ജീവിതത്തിൽ ഇന്ന് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഉണ്ട്? ഇന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവരോട് നമ്മൾ മിണ്ടാറുണ്ട്, അമേരിക്കയിൽ ഇരിക്കുന്നവരോട് നമ്മൾ മിണ്ടാറുണ്ട്, ഈ ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ളവരോട് തന്നെ മിണ്ടാറുണ്ട്. പക്ഷെ വീട്ടിലുള്ളവർ തമ്മിൽ എത്രമാത്രം മിണ്ടാറുണ്ട്? വീട്ടിലിരിക്കുന്നവർ തമ്മിൽ സംസാരിക്കാൻ ഒന്നുമില്ല. മക്കൾക്ക് കോവിഡ് കഴിഞ്ഞ പിന്നെ നമ്മളോട് സംസാരിക്കാനേ, കാരണം എല്ലാവർക്കും സ്വന്തം ഫോണായി, ചാരിയിരിക്കാൻ ഒരു മുറിയായി, ഓരോ മുറികളുടെ ഭിത്തികളും
ഓരോ മതിലുകളാക്കി മാറ്റി നമ്മൾ. ഓരോ മതിൽ കെട്ടുകൾക്കകത്തായിട്ടാണ് ഓരോ വീടുകളും. ഇന്ന് രാത്രിയിൽ നോക്കിക്കോണം, ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ 2 സംസാരമേ ഭാര്യയും ഭർത്താവും കൂടെ കാണത്തുള്ളൂ. ഒന്നാമത്തത് ചോറ് വിളമ്പട്ടെ, 2 എന്നാ എടുത്തു, ഈ 2 സംസാരമേ ഉള്ളൂ. മൂന്നാമത്തത് പ്രവർത്തനമാണ്. എന്താണ്? TV ഓൺ ചെയ്യുക, റിമോട്ട് ഞെക്കുക, എന്തെങ്കിലും വെക്കുക. ഈ ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി വരുന്നു, പാത്രം എടുക്കുന്നു, എന്തൊക്കെയോ അതിൽ നോക്കി. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഭൂരിപക്ഷം വീടുകളിലും ഡൈനിങ് ടേബിളിനോട് അഭിമുഖമായിട്ട് ഇന്ന് എന്താ വെച്ചിട്ടുണ്ട്? എന്ത് വെച്ചിട്ടുണ്ട്? TV വെച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ചോറ് വെക്കുകയും സ്വിച്ച് ഇടുകയും ഒരുപോലെയാണ്. എന്നിട്ട് നമ്മളെല്ലാം എവിടേക്ക് നോക്കിയിരിക്കും? എന്നിട്ട് നമ്മൾ പറയും, അച്ഛാ പരസ്പര സ്നേഹം ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ. ഇതെവിടെ നിന്നായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്? ഓർമ്മയുണ്ടോ? പണ്ട് 5-8 മക്കളുണ്ടായിരുന്ന കാലത്ത് എല്ലാ കലത്തിലും വിളമ്പി അമ്മ ഇങ്ങനെ പോകും. വേണ്ടെങ്കിലും അപ്പൻ വലിയ കാര്യക്കാരനായിരുന്നു. എന്തു ചെയ്യും? കുറെ ചോറ് എന്നും ബാക്കി വെക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? പണ്ടത്തെ അപ്പന്മാര് എന്നും ഒരു പങ്ക് ബാക്കി വെക്കും. എന്നിട്ട് ഭാര്യയോട് പറയും, കളയണ്ട, നീ കഴിച്ചോ. എന്താണ് അതിന്റെ സൈക്കോളജി? എല്ലാ പാത്രത്തിലും വിളമ്പി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഭാര്യയുടെ പാത്രത്തിൽ വിളമ്പാനില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന അപ്പൻ. എന്നാൽ ഇന്ന് സേവ് ദി ഡേറ്റും ബേബി ഷവറും ഭയങ്കര ആഘോഷങ്ങളും എന്തൊക്കെ പാക്കേജുകളാണ് നമുക്കുള്ളത്. സ്നേഹം ഇങ്ങനെ വാർന്നൊഴുകുകയാണ്. എന്തുപോലെ? ചൈനയുടെ പ്രൊഡക്റ്റ് പോലെ. എന്നാൽ അന്ന് വലിയ സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല. മുൻവശത്തെ ചാരുകസേരയിൽ ഇരുന്ന് മൂളുന്ന അപ്പൻ്റെ മൂളലിൻ്റെ അർത്ഥം അകത്തെ അടുക്കളയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ ഓരോ ദിവസവും പകലും രാത്രിയിലും ചോറിൻ്റെ ഒരു വീതം മാറ്റിവെച്ചിട്ട് പറയും, കളയണ്ട, നീ കഴിച്ചോ. ഇവിടെ നിന്നായിരുന്നു അന്നത്തെ തലമുറ ഷെയറിങ് ആദ്യം പഠിച്ചത്. എന്ത് കിട്ടിയാലും പകുത്തു കൊടുക്കുന്ന സ്നേഹം. എന്നാൽ ഇന്ന് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് നമ്മളെല്ലാം മാറ്റി ഓരോ അയലൻഡുകൾ സൃഷ്ടിച്ചു. ആദ്യം നമ്മൾ അണുകുടുംബങ്ങൾ സൃഷ്ടിച്ചു, പിന്നെ അയലൻഡുകൾ സൃഷ്ടിച്ചു. എല്ലാം രഹസ്യമാണ്. എല്ലാം കയ്യിൽ നിന്ന് താഴെ പോയി കഴിയുമ്പോൾ, എന്നാലും എൻ്റെ സഹോദര, നീ അറിഞ്ഞിട്ട്, അതിന് ഞാൻ എപ്പോഴാ അറിഞ്ഞ്? നീ വന്ന് കല്യാണം വിളിച്ചപ്പോഴല്ലേ ഞാൻ നീ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറയുമായിരുന്നു. എല്ലാം രഹസ്യമാണ്. എന്നാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം നാട്ടിൽ പരസ്യങ്ങളുമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, കമ്മ്യൂണിക്കേഷൻ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമ്മളുടെ കുടുംബങ്ങളില്ല എങ്കിൽ നമ്മുടെ ഭാഷ കലങ്ങിപ്പോകും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനം ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം പണിതപ്പോൾ ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. ഇന്നും അമ്പരചുംബികളായ ഭവനങ്ങളുണ്ട്. കിടന്നാൽ ഉറക്കമില്ലെന്നേ ഉള്ളൂ, നല്ല ഒന്നാന്തരം മെത്തയുണ്ട്. എന്നാൽ നമുക്കാർക്കും ഉറക്കമില്ല. കാരണം സമാധാനമില്ല. പരസ്പരം പറയുന്ന വാക്കുകൾ ഓർത്താൽ നമുക്ക് സമാധാനമില്ല. എന്നാൽ അന്നോർത്ത് നോക്കിക്കേ, ഈ ഭാഷകൾ ഒരുമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് ശിഷ്യന്മാരുടെ നടുവിലേക്ക് അഗ്നിജ്വാലയായിട്ട് അത് വന്നു. ഓരോ ദിവസവും കുടുംബത്തിൽ പരിശുദ്ധാത്മാവേ ശക്തിയായി ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. അഗ്നിയുടെ പ്രത്യേകത എന്താണ്? അഗ്നി അശുദ്ധമായതിനെ ചാരമാക്കുകയും നമ്മെ ഓരോരുത്തരെയും തിളങ്ങുന്നതാക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന് വേണ്ടി ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം. ഓരോ സന്ധിയിലും കുടുംബ പ്രാർത്ഥനകളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. പണ്ട് ഒരു പായിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം പ്രാർത്ഥിച്ചിട്ട് ആ പായിലിരുന്ന് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷമാണ് അടുത്ത പരിപാടിക്ക് പോകുന്നത്. ഇന്ന് കുടുംബ പ്രാർത്ഥനകളിൽ ഒരാൾക്ക് ട്യൂഷൻ, ഒരാൾ ടൗണിൽ, ഒരാൾ അടുക്കളയിൽ. എവിടെയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന എത്തി നിൽക്കുന്നത്? ചിന്തിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെയാ നോക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ചിട്ടയായ കുടുംബ പ്രാർത്ഥനകളുള്ള എത്ര ഭവനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പുറമെയൊക്കെ നല്ല ആഘോഷത്തോടെയൊക്കെ നടക്കും. കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഓർക്കുക. കാരണം സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന കപ്പലാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. ആ കുടുംബങ്ങളുടെ പ്രത്യേകത, വെള്ളത്തിൽ കൂടെ അത് നീന്തി പൊക്കോളും, അങ്ങനെ നീങ്ങിപ്പോയിക്കോളും. പക്ഷെ അതിനുള്ളിൽ സുഷിരങ്ങൾ വീണാൽ വെള്ളം കപ്പലിനുള്ളിൽ കയറും. കുടുംബ പ്രാർത്ഥനയില്ല എങ്കിൽ ആ വലിയൊരു പാമ്പുണ്ടല്ലോ, ഏത്? ആ കൂടിനെ ലക്ഷ്യമാക്കി കയറിയ പാമ്പ് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. കുടുംബത്തിൽ കലഹങ്ങൾ കൊണ്ടുവരും. കുടുംബത്തിൽ സ്നേഹമില്ലാതെ ഇരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം. അതിന് കുടുംബത്തിൽ എന്തു വേണം?
കമ്മ്യൂണിക്കേഷൻ വേണം. രണ്ടാമത്തെ സി ആണ് കോംപ്രമൈസ്. ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ചില കോംപ്രമൈസുകൾ വേണം. എന്താണ് ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത്? എൻ്റെ ഇഷ്ടത്തെ ഞാനൊന്ന് ഒതുക്കുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. എല്ലാം എൻ്റെ ഇഷ്ടത്തിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേയാളും പറയും ഇതെൻ്റെ ഇഷ്ടം അല്ലേ, എൻ്റെ ഇഷ്ടമാണ്. ഇത് എൻ്റെ ഇഷ്ടവും നിന്റെ ഇഷ്ടവുമില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് കേട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പാടി പഠിപ്പിച്ചു. ഞങ്ങൾക്കുള്ള എല്ലാം പ്ലൂറലാണ്, സിംഗുലർ ആയിട്ടൊന്നുമില്ല. എന്നാൽ ഇന്ന് എല്ലാം ഞാൻ, എനിക്ക്, എൻ്റേത്. പ്രാർത്ഥനയിൽ പോലും വളരെ സ്വാർത്ഥത നമ്മളെ ബാധിച്ചിരിക്കുകയാണ് അല്ലേ? പ്രാർത്ഥനകളിൽ പോലും നമുക്ക് പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ കർത്താവേ എന്ന് നമ്മൾ പറയും. സ്വർഗസ്ഥനായ ഏകജാതനായ പുത്രൻ പറയാ സ്വർഗസ്ഥനായ ഞങ്ങളെയുള്ള കുടുംബത്തിൽ. അതിനെന്ത് മാറണം? കുടുംബത്തിൽ ഒരുമനപ്പെട്ട ഹൃദയവുമായി എല്ലാവരും പ്രാർത്ഥിക്കണം. 2, കുടുംബങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ മാറിപ്പോകണം. ഇന്ന് നമ്മുടെ ഒരു വലിയ പ്രശ്നം, നമ്മളെല്ലാം പേര് കേട്ട വലിയ കുടുംബത്തിലാണ് ഓരോരുത്തരും അവകാശപ്പെടുന്നത്. പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നിലാണ്. വെള്ളിയാഴ്ച ദിവസം ഒരാൾ ചാവാൻ കിടന്നാൽ നമ്മൾ പൈസ കൊടുക്കുമോ? ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പല്ലി ഇതുവഴി പോയാൽ സത്യം അല്ലേ? വന്ന് സ്കൂളിൽ മണിയടിച്ചാൽ പോലും സത്യം എന്ന് പറയും. സ്കൂളിൽ മണി 45 മിനിറ്റ് കഴിയുമ്പോൾ അടിക്കും. അതിന് സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും. പിന്നെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ എവിടെയെങ്കിലും പോകുമോ? മരിച്ചാൽ പോലും അടക്കാതെ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസത്തെ ഫുൾ വാടക മോർച്ചറിക്ക് കൊടുക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഭയങ്കര വിശ്വാസികളാണ്. 3 പേരുടെ എവിടെയെങ്കിലും പോവോ? അയ്യോ പോകോ? നമ്മൾ എന്താ ചിന്തിക്കാത്തത്? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം അവർ മൂവരല്ലേ? മൂവരില്ല അവർ ഒരുവരല്ലേ? ഒരു മനമാണെങ്കിൽ 3 അല്ല 30 പോയാൽ എന്താ? ഈ അന്ധവിശ്വാസങ്ങളെ അനന്തര തലമുറയിലേക്ക് കൊടുക്കുമ്പോൾ വിവേകമുള്ള കുഞ്ഞുങ്ങൾ നമ്മളെ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കണം. അന്ധവിശ്വാസങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് മാറ്റപ്പെടണം. കുടുംബങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഇപ്പൊ പലരുടെയും മനസ്സിൽ കൂടെ കൊച്ചമ്മ പറയുന്നതിനടുത്തല്ല, അതിനകത്തിലൊക്കെ വിശ്വാസങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത്. എൻ്റെ ദൈവത്താൽ ദാവീദ് പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഏതു മതിലും ചാടിക്കിടക്കും. ഒരു സൈഡ് ഈ അന്ധവിശ്വാസം പിടിച്ചിട്ടാണ് ഈ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അടുത്തത്, കുടുംബത്തിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ അവകാശമാണ് എൻ്റെ സാഹോദര്യം. ആദവും ഹവ്വയും അനുസരണക്കേട് കാട്ടിയപ്പോൾ ആബേലും കയീനും തമ്മിൽ യുദ്ധമുണ്ടായി. കയീൻ ആബേലിനെ കൊന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിലും സ്നേഹം നമ്മൾ ആഗ്രഹിക്കാവൂ. നമ്മൾ സഹോദരനോടോ സഹോദരൻ്റെ ഭാര്യയോടോ ഒന്നും മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം പകർന്നു കിട്ടും? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹമുണ്ടാകണമെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഏതു പ്രശ്നം വന്നാലും 5 സെന്റ് വിട്ടുകൊടുത്താലും സഹോദര ബന്ധത്തിന് വില കൊടുക്കരുത്. അധികം പിടിച്ചടക്കുന്നവൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ കണക്ക് പറഞ്ഞോളും. കണ്ണാലെ നമ്മൾ അത് കാണും. അത് അവൻ്റെ കാര്യം. എൻ്റെ കാര്യമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയാകുക എന്നതാണ് എൻ്റെ കാര്യം. അതെൻ്റെ അവകാശമാണ്. അടുത്തത്, കുടുംബങ്ങളിൽ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണം. എൻ്റെ അവകാശമായി എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കുടുംബത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അവരുടെ കണ്ണുനീർ എൻ്റെ കുടുംബത്തെ കലക്കിക്കളയരുത്. അവരുടെ കണ്ണുനീർ എൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയരുത്. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. തിരിച്ച് എന്നെ നോക്കുന്ന മക്കൾ കുടുംബത്തിൽ ഞങ്ങളുടെ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് 4 മക്കളാണുള്ളതെങ്കിൽ 3 പേരും വിദേശത്തായിരിക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മാത്രമേ നാട്ടിൽ. 3 മാസം എനിക്ക് ലൈവാണ്, എനിക്ക് പ്രശ്നമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും 3 മാസം കൂടി ഇരിക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, മമ്മി എത്ര മണിയായി? അപ്പോൾ പറയും 8:30 കഴിച്ചോ? ഇല്ല. ഗുളിക കഴിച്ചോ? ഇല്ല. 8:30 ആയിട്ടും തന്നില്ലേ? 3 മാസമായി വിളിച്ചിട്ട്. എത്ര മാസമായി വിളിച്ചിട്ട്? 3 മാസമായി വിളിച്ചിട്ട്. കൂടെയുള്ള കുഞ്ഞുങ്ങളെ ബലഹീനതകളോടുകൂടി സ്നേഹിക്കുക നിൽക്കുമ്പോൾ, കർത്താവെ എൻ്റെ പാപം എൻ്റെ മുൻപാകെ നിൽക്കണം. എൻ്റെ പാപത്തെ ഈ പെരുന്നാളിൽ ഉപേക്ഷിക്കുവാനുള്ള കൃപ കൂടാതെ ഒന്നും സാധ്യമല്ല. എൻ്റെ പാപത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ തരണം. മുറുകെ പറ്റുന്ന പാപത്തെയെല്ലാം ഉപേക്ഷിച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടുക. എങ്ങനെ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റായ ലക്ഷ്യം നിത്യജീവനാണ്. നിത്യജീവന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും, ഈ ജീവിതത്തിൽ തരുന്ന കഷ്ടങ്ങളെല്ലാം, അസാധാരണമായ എല്ലാ കഷ്ടങ്ങളെയും
കർത്താവ് കൃപകളാക്കി തരും. അതിന് അവസരത്തെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധൻ്റെ മധ്യസ്ഥത കാവലായി തീരട്ടെ. അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.